ശ്രീ നിസാം സെയ്ദ്, ഇപ്പോൾ KPCC പ്രസിഡന്റിന് പ്രവർത്തിക്കാനാകുന്നില്ല, അദ്ദേഹം ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി VD സതീശൻ ക്യാമ്പിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്ന് താങ്കൾ മനസ്സിലാക്കിയ എന്താണ് താങ്കൾ പറയണം. പാർട്ടി ഓഫീസിൽ അദ്ദേഹം വരാറില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങളിലേക്ക് പോയാൽ അത് അബദ്ധമാകും. ഇപ്പോൾ അദ്ദേഹം മൗനം അവലംബിക്കുന്നു. ഇപ്പോൾ VD സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ അതിൽ കൂടോത്ര വിഷയവും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, മറുപടി നൽകിയില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്ത. ഇവർ തമ്മിലുള്ള ഭിന്നത പരസ്യമായ കാര്യം തന്നെയാണല്ലോ. സ്മൃതി, ഈ വാർത്ത പുറത്തു വന്നതിൽ പിന്നെ വ്യക്തിപരമായി അടുപ്പമുള്ള 2 രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി ഞാൻ സംസാരിച്ചു. ആ 2 പേരും ഈ വാർത്തയെ ആത്മാർത്ഥമായും പൂർണ്ണമായും നിഷേധിച്ചു. അവർ പറഞ്ഞ ഇങ്ങനെ നിഷേധാത്മകമായ ഒരു വാക്കുകളും അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അവർ പറഞ്ഞത് KPCC ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കണം എന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇത് വ്യക്തിപരമായ ഒരു വിമർശനമല്ല, സുധാകരനെ കുറിച്ച് ഉള്ള വിമർശനമല്ല. KPCC ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം, അതിന് ഇപ്പോഴത്തെ സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കണം എന്നാണ് സുധാകരൻ പറഞ്ഞത് എന്നാണ് എന്നോട് വ്യക്തിപരമായി അടുപ്പമുള്ള ഈ 2 നേതാക്കന്മാർ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ വാർത്തയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ സുധാകരൻ KPCC പ്രസിഡന്റായി പ്രവർത്തിക്കുന്നുണ്ടോ, അദ്ദേഹം ഒരു ഫലപ്രദമായി പ്രവർത്തിച്ച ഒരു പ്രസിഡന്റാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത സാഹചര്യം തൊട്ട് നമ്മൾ പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം 2021 കോൺഗ്രസ് രണ്ടാമതും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഒരു ഘട്ടമായിരുന്നു അത്. കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും സംശയിച്ച കാലം, ഇനിയൊരു പൊരുതാനുള്ള ആരോഗ്യം കോൺഗ്രസിന് ഉണ്ടാകുമോ എന്ന് പ്രവർത്തകർക്ക് വിശ്വാസമില്ലാതിരുന്ന കാലം, അങ്ങനെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഏറ്റവും തകർന്നടിഞ്ഞ ഒരു കാലത്ത് നിന്ന് കോൺഗ്രസിനെ ഒരു ഫൈറ്റിംഗ് ഫോഴ്സായി, കോൺഗ്രസിനെ 18 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി, തുടർച്ചയായ സമരങ്ങളിലൂടെ കോൺഗ്രസിനെ മുൻപോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനമായി ഒക്കെ മാറ്റുന്നതിൽ സുധാകരൻ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ചത് തുടർച്ചയായി 2 തവണ ഭരണത്തിൽ നിന്ന് പുറത്തുപോയാൽ കോൺഗ്രസ് സ്വാഭാവികമായി ഇല്ലാതാകുമെന്നും കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് BJP കടന്നു കയറുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ മറ്റ് പല സ്ഥലങ്ങളിലും സംഭവിച്ചതുപോലെ അത് കേരളത്തിലും സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ പലർക്കും ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഏറ്റവും എളുപ്പം 2 തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുകയാണെന്നും എല്ലാവരും കരുതിയിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ന് വളരെ സാമാന്യം ശക്തമായ നിലയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രതീക്ഷയോടെ നോക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് KPCC പ്രസിഡന്റിന് വലിയ സംഭാവന ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കാത്ത പ്രസിഡന്റ് എന്ന് പറയുന്നത്? അദ്ദേഹം വളരെ വിപുലമായ ഒരു ചിന്തന ശിബിരം, ഒരു ആലോചനാ യോഗം, കോൺഗ്രസിൽ പഞ്ചായത്ത് 1.5 വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനായി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വളരെ ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തുന്ന ഒരു യോഗത്തിന് ശേഷമാണ് KPCC പ്രസിഡന്റ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉയരുന്നത്. അതെന്തൊരു വിരോധാഭാസമാണ്? KPCC പ്രസിഡന്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു യോഗം തന്നെ ഉണ്ടാവുമോ? ഈ യോഗം ഉണ്ടാകുന്നത് പരിപാടികൾ ഇട്ടുകൊണ്ട് മാത്രമാണോ? ആ യോഗം വിളിച്ച് അവിടെ ചർച്ചകൾ നടപ്പിലാക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി മുൻപോട്ട് പോകുമ്പോൾ അത് പ്രസിഡന്റ് നോൺ ഫങ്ഷണലാണ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക, പ്രസിഡന്റ് ഇറങ്ങി പ്രവർത്തിക്കുക പറഞ്ഞാൽ പ്രസിഡന്റ് ഒരു സിസ്റ്റം ഉണ്ടാക്കുക, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ചുമതലകൾ ഏൽപ്പിക്കുക, ആ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നൊക്കെ ഓഫീസിൽ വരാത്ത പ്രസിഡന്റ് എന്നൊരു ആക്ഷേപമുണ്ടല്ലോ. അതിൽ താങ്കളുടെ പരിശോധനയിൽ എന്താണ് മനസ്സിലാക്കാനായത്? ഞാൻ അറിയുന്നത് ഇവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് തട്ടിപ്പ് നടന്നു തുടങ്ങിയ വിവാദങ്ങളടക്കം വന്നിരുന്നു. അതിലൊക്കെ ആരോപണ വിധേയനായ ഒരാളാണ് ഇപ്പോൾ അവിടെ കയറി ഇറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ് ഒരാരോപണം. അതേക്കുറിച്ച് താങ്കൾ കേട്ടിരുന്നു? ഞാൻ അറിഞ്ഞത് മാർച്ച് ഏപ്രിൽ ജനുവരി ഫെബ്രുവരി മാസക്കാലങ്ങളിൽ കോൺഗ്രസ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി രാഷ്ട്രീയ പ്രചരണ യാത്രയിലായിരുന്നു.
ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കാലത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. ലോക്സഭാ കണ്ണൂരിൽ അദ്ദേഹം മത്സരിക്കുകയായിരുന്നു. സ്വാഭാവികമായി ഈ കാലയളവിൽ അദ്ദേഹം KPCC ഓഫീസിലേക്ക് വന്നിരിക്കാനിടയില്ല. ഇത് യാത്ര തീരുന്ന അന്ന് അദ്ദേഹം KPCC ഓഫീസിൽ ഉണ്ടായിരുന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥിയായിപ്പോയി മത്സരിക്കാൻ രംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമല്ല അന്ന് MM ഹസന് ചാർജ് നൽകുകയും ചെയ്തു. ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം KPCC ഓഫീസിൽ വന്നിരിക്കാനിടയില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പിന്നീട് അദ്ദേഹം വീണ്ടും KPCC പ്രസിഡന്റായി ചാർജ് ഏറ്റെടുത്തു. പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. സ്വാഭാവികമായും എല്ലാ ദിവസവും അദ്ദേഹത്തിന് അവിടെ വരാൻ കഴിയില്ല. മറ്റ് പാർലമെന്റ് അംഗങ്ങളല്ലാത്ത അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങളല്ലാത്ത നേതാക്കന്മാരെ പോലെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് അവിടെ വരാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ എങ്കിലും അവിടെ KPCCയിൽ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്ക് ആഗ്രഹമുള്ളപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച നടന്നുള്ളതൊന്നും വലിയ അതിശയിക്കുന്ന കാര്യമായി ഞാൻ കരുതില്ല. മാത്രമല്ല, കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളെ വ്യക്തിപരമായ ഭിന്നതകൾക്കപ്പുറത്ത് മുൻപ് നമുക്ക് പരിചിതമായ AI ഗ്രൂപ്പുകളുടെ രീതികളിലേക്ക് നമ്മൾ കാണേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളത് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ആ അത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്ന കാലം 2021 തെരഞ്ഞെടുപ്പുകളോടുകൂടി ഇല്ലാതായി. ശരി, AI ഗ്രൂപ്പ് അല്ല, ഇപ്പോൾ ഐയിൽ വിവിധ നേതാക്കളുടെ പേരിലുള്ള കൊച്ചു ഗ്രൂപ്പുകൾ എന്ന രൂപത്തിലേക്കാണ് മാറുന്നത്. A ഗ്രൂപ്പിനെ ആകട്ടെ പൂർണ്ണമായും തഴഞ്ഞു എന്നൊരു ആക്ഷേപം ഈ രാഷ്ട്രീയകാര്യ സമിതി തന്നെ ഉയർന്നിട്ടുണ്ട്. A ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒരു ചുമതലയുമില്ല, ഞങ്ങൾ പറയുന്നതിന് വിലയില്ല എന്നുള്ള പ്രതികരണം രാഷ്ട്രീയ സമിതിയിൽ തന്നെ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നതിന് ഈ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ ഒക്കെ തന്നെ പ്രസക്തി അവസാനിച്ചു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി 2021 രമേശ് ചെന്നിത്തലയെ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്നതോട് തന്നെ A ഗ്രൂപ്പിന്റെ ശിഥിലീകരണം ആരംഭിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിടവാങ്ങലോടുകൂടി A ഗ്രൂപ്പ് ഏതാണ്ട് പൂർണ്ണമായും ശിഥിലീകരിച്ചു. അതുപോലെ തന്നെ I ഗ്രൂപ്പ് ഇന്ന് പല നേതാക്കളുടെയും ചുറ്റുമുള്ള താല്പര്യ സംഘങ്ങൾ മാത്രമാണ്. ഇന്ന് ബൂത്ത് തലം വരെ നെറ്റ്വർക്കുള്ള, അടിസ്ഥാന തലം വരെ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറുള്ള, ഒരു ഹൈറാർക്കിയുള്ള, അല്ലെങ്കിൽ ലോയലായ കമ്മിറ്റഡായ പ്രവർത്തകരുള്ള ഗ്രൂപ്പ് സംവിധാനം ഇന്ന് കോൺഗ്രസിനില്ല. മാത്രമല്ല, തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതോടുകൂടി അടിസ്ഥാന തലത്തിൽ ഇപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയമായി നേതാക്കന്മാർക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കാര്യം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് CPM-ൽ നിന്നുള്ള ഭീഷണി, എല്ലാ തലത്തിലും അവരനുഭവിക്കുന്ന അവഗണന. അപ്പോൾ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു വളരെ നിർബന്ധമുള്ള അണികളാണ് അടിസ്ഥാന തലത്തിൽ പെടുന്നത്. അപ്പോൾ അവരുടെ അടുക്കലേക്ക് മുൻപ് പ്രവർത്തിച്ചിരുന്ന പോലെ AI ഗ്രൂപ്പുകൾ മുകളിൽ ഒരു തീരുമാനമെടുത്താൽ അത് ഏറ്റവും താഴെ തട്ടിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇന്ന് കോൺഗ്രസിനകത്തില്ല. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കപ്പെടും എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹത്തിന്റെ അനുവാദമില്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുകയില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തോട് അടുക്കാൻ എല്ലാവരും ശ്രമം നടക്കുന്നു. പക്ഷെ അദ്ദേഹം ഇതിൽ നിന്നൊക്കെ മാറി ഇതിൽ നിന്നൊക്കെ ഉപരിയായി നിൽക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് നമുക്കറിയാവുന്ന രീതിയിൽ കേരളത്തിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ 2026 പിടിക്കുമ്പോൾ എന്താണ് ഐക്യം എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ടല്ലോ. സുധാകരനും VD സതീശനും ഒരുമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഈ അടുത്തെങ്കിലും വ്യക്തിപരമൊന്നുമല്ലല്ലോ. ഇപ്പോൾ രാഷ്ട്രീയ വിഷയം, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ല രാഷ്ട്രീയത്തിൽ. സംഘടിത രൂപമില്ല. സംഘടിത രൂപമില്ല, അല്ല ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അവിടെ. സംഘടിത രൂപമില്ല. ശരി, ഞാൻ വരാം. ഇതിന്റെ ഒരു സ്മൃതി, ഞാൻ അടിസ്ഥാന കാര്യം, ഇവരാരും വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനോ വിജയിക്കാനോ കഴിയുന്ന നെറ്റ്വർക്ക് കേരളത്തിന്റെ അർത്ഥമല്ല, കേരളത്തിൽ മൊത്തമില്ല. കരുണാകരനോ ഉമ്മൻചാണ്ടിയോ വിജയിച്ചിരുന്നെങ്കിൽ അത് നടന്നേനെ. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് പോരിന് ആഴമില്ല. ഇതിനെ ഒരു ഗ്രൂപ്പ് പോരെന്ന് വിളിക്കാൻ പറ്റില്ല. വ്യക്തിപരമായി ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അത് 2 ആളുകൾ പ്രവർത്തിക്കുന്ന ഏത് രംഗത്തും ഉണ്ടാവും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.